നിങ്ങളെല്ലാവരും കൃഷ്ണനാട്ടം എന്ന് കേട്ടിട്ടുണ്ടാവും. അതെ, നമ്മുടെ ഗുരുവായൂരിലുള്ള ഒരു കലയാണ് കൃഷ്ണനാട്ടം. അത് ഗുരുവായൂർ മാത്രമുള്ള ഒരു സംഭവമാണ്. ഗുരുവായൂർ നിന്നാണ് അതിന് തുടക്കം. ഇവിടെ മാത്രമുള്ള സംഭവമാണ് കൃഷ്ണനാട്ടം എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് ഉണ്ടായത്, അതിന് പുറകിൽ കൃഷ്ണനാട്ടം എങ്ങനെയാണ്, കഥകളായിട്ട് കണക്ഷൻ ഉണ്ടോ, വ്യത്യാസം എല്ലാവർക്കും നല്ല ഡൗട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന്റെ വ്യത്യാസം ഈ കൃഷ്ണനാട്ടം ആരാണ് കണ്ടുപിടിച്ചതെന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. എഴുത്താണല്ലോ, അതിന് പ്രത്യേക ശൈലിക്കാണല്ലോ. കഥകളൊക്കെ പോലെ തന്നെ നല്ല ചെറിയൊരു വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ എന്താണെന്ന് അറിയാനുള്ളതിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ എന്നിട്ടുള്ളത്. ബിആർ ഗുരുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മെയിനായിട്ട് ഒരു കാര്യം നമ്മൾ എന്തിക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഗുരുവായൂർ അമ്പലത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അമ്പലത്തിന് വരുന്നു. നമ്മുടെ എന്താ പറയുക, പാഞ്ചജന്യത്തിന്റെ അടുത്ത് ഒരു ആളിരിപ്പുണ്ട്. ആ ആള് സ്പെഷ്യലാണ്. അതായത് നമ്മുടെ കൃഷ്ണനാട്ടം കണ്ടുപിടിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ ആ അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് ഒന്നും അറിയില്ല ചിലപ്പോൾ അത്. കാരണം മറ്റേ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ കൃഷ്ണനാട്ടം എന്നുള്ള ആ കഥയും ആ കളിയും അത് അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. അദ്ദേഹമാണ് അത് എഴുതിയ ആള്. അപ്പോ കൃഷ്ണനാട്ടം രചിച്ച അദ്ദേഹത്തിന്റെ പേരാണ് ശ്രീ മാനവേദ രാജ. നമ്മുടെ കോഴിക്കോട് സാമൂതിരിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ആ ഒരു ആളുടെ പ്രദേശത്തുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഗുരുവായൂർ പരിസരം എന്നൊക്കെ പറയണത്. അതായത് സാമൂതിരിയിൽ പെട്ട ആളാണ് അദ്ദേഹം. അതെ, അദ്ദേഹം സാമൂതിരിയാണ്. സാമൂതിരിപ്പെട്ടൊരു വംശം കൂടിയാണ്, രാജാവും കൂടിയാണ്, അങ്ങനെ പദവിയും കൂടിയുണ്ട്. അങ്ങനെയാണ്. പിന്നെ കൂടുതലും ഇങ്ങനത്തെ പണ്ഡിതമായിട്ടും അതുപോലെ തന്നെ എഴുത്ത്, കവിത, അതേപോലുള്ള പണ്ഡിതകരമായിട്ടുള്ള കാര്യത്തേക്കാണ് കൂടുതലും അദ്ദേഹത്തിന് പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളത്. അപ്പൊ അതിനോടനുബന്ധിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടുപിടിക്കുന്ന ഉദ്ദേശവും ആളുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ കാണുന്ന കൃഷ്ണനാട്ടം കളി. കൃഷ്ണനാട്ടങ്ങൾക്ക് വേറെ പ്രത്യേകത ഉണ്ട്. കൃഷ്ണനാട്ടം കളി ഗുരുവായൂരാണുള്ളത്. അത് മാത്രമല്ല, അത് ആർക്കും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഓൺലി അതായത് ഫോട്ടോസ് മാത്രം. കാരണം അത്രയും റിസ്ട്രിക്ഷൻ ഏറിയ സംഭവമാണ്. വേറെ ആർക്കും അത് കാരണം വെച്ചാൽ അതിന്റെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് വഴിപാടാണത്. അതായത് ഓരോ കഥയ്ക്കും ഓരോ വ്യത്യാസങ്ങളുണ്ട്. അതായത് ഈ കംസവധം എന്ന് പറയും. അപ്പൊ അത് ഒരു ആവശ്യം, ഇന്ന ആവശ്യത്തിനുള്ളതാണ്. അതായത് നമ്മുടെ ശത്രുദോഷം അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങൾ, അങ്ങനെ ഓരോന്നിനും വേണ്ടിയിട്ടുള്ള ഓരോ കഥകളാണത്. അപ്പൊ അത് നമ്മൾ ഒരിക്കലും വീഡിയോ എടുക്കാനോ നമ്മൾ അത് മറ്റുള്ള എന്താ പറയുക പ്രദർശിപ്പിക്കാനോ പാടില്ല നമ്മൾ. കാരണം ഇത് ഓരോരുത്തരുടെ സ്വന്തം പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് വഴിപാട് ചെയ്യുന്നതാണ് ഈ സംഭവം. അങ്ങനെയാണ് അത് അവതരിപ്പിക്കുന്നത്. അത് അമ്പലത്തില് രാത്രി അത്താഴപൂജ കഴിഞ്ഞ് രാത്രി ശീവേലി കഴിഞ്ഞിട്ട് നട അടയ്ക്കുമല്ലോ, അതിനുശേഷമാണ് 11 മണി 11 മണിയാവും സ്റ്റാർട്ട് ആവും. 9:32 42 അങ്ങനെയാണ് വിളക്ക് സ്റ്റാർട്ട് ആവും. ഒരു 10:11 ആവും അങ്ങനെ. അപ്പൊ അങ്ങനല്ല. പിന്നെ എന്താ വെച്ചാൽ പിന്നെ വേറെ കാര്യം പറയാനുള്ള, മാനവദേവരാജ എന്ന് പറഞ്ഞ അദ്ദേഹം തികഞ്ഞ ഒരു കൃഷ്ണ ഭക്തനാണ് അദ്ദേഹം. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് അതിന്റെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഉള്ളിന്ന് വന്ന് അദ്ദേഹം എഴുതിയതാണ് കൃഷ്ണനാട്ടം. കൃഷ്ണനാട്ടം. അതെ, അത് നമ്മുടെ ഏകദേശം കഥകളി രൂപമായിട്ട് ബന്ധമുണ്ടോ ചോദിച്ചാൽ ചെറിയ ബന്ധം മാത്രമേ. അത്രയും കണക്റ്റീവ് ആയിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. രൂപങ്ങൾക്ക് വ്യത്യാസമുണ്ട്. കഥകളിയിൽ നിന്ന് തന്നെ നമ്മുടെ സ്വന്തം മുഖത്ത് വരയ്ക്കാൻ ഇങ്ങനെ കറുപ്പ് കളറും പച്ചയും ചുവപ്പും കളറും കാര്യങ്ങളൊക്കെ. ഈ കൃഷ്ണാട്ടത്തേക്ക് അടക്കുമ്പോ നമ്മുടെ ഈ പൂതവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഒക്കെ ഉണ്ടല്ലോ, മുഖത്തല്ല പെയിന്റ് അടിക്കുക. അത് മാത്രല്ല, നമ്മുടെ ഈ കഥകളിയിൽ എന്ന് പറഞ്ഞാൽ പാടിക്കൊണ്ടാണ് ഇവര് ഇങ്ങനെ കളിക്കണത്. കൃഷ്ണാട്ടത്തേക്ക് വ്യത്യാസമുണ്ട്. ചെണ്ണയും മദ്ദളവും ചെണ്ണയും കൊണ്ടില്ല, ആ സംഭവത്താണ് കളിക്കുക. ഇവര് കളിച്ച് കഴിഞ്ഞിട്ടാണ് പാട്ട് പാടുന്നത്. അതാണ് ഇവരെല്ലാം വ്യത്യാസം. നല്ല വ്യത്യാസമാണ്. പിന്നെ മദ്ദളവും ചെണ്ണയും നമ്മളൊരു കൊട്ടുണ്ട്, നല്ല രസം കേൾക്കാനായിട്ട്. അങ്ങനെ ചില നല്ല വ്യത്യാസങ്ങളുണ്ട്. മറ്റേലാകുമ്പോ പാട്ട് പാടി അതിനനുസരിച്ച് നല്ല ഭാവത്തോടെ ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്ത്, എന്ന് വെച്ചാൽ നമുക്ക് ഭാഷ പറയാത്തോണ്ടേ കൈ കൊണ്ട് ഉള്ള മുദ്രകളാണല്ലോ, അങ്ങനെ ആൾക്കാരിലേക്ക് അവതരിപ്പിക്കുക ചെയ്യും. ഇത് പക്ഷെ മുദ്രകളൊക്കെ തന്നെ, പക്ഷെ എന്നാലും അവിടെ സമയത്ത് പാട്ട് പാടില്ല. അവിടെ ചെണ്ടയും മദ്ദളൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ അങ്ങനെയൊക്കെ. അതാണ് നല്ല വ്യത്യാസം. സംഭവം രസമാണ് എന്തായാലും കണ്ടിരിക്കും. പിന്നെ നടടച്ചു കഴിഞ്ഞാലാണ് കൃഷ്ണനാട്ടം തുടങ്ങുന്നത്. ഈ കൃഷ്ണനാട്ടം കാണാൻ വേണ്ടി നമ്മൾ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ 4 പുറത്ത് വാതിലും അടയ്ക്കും. പിന്നെ ആ കളി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. അങ്ങനെയാണത്. കാരണം അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓരോരുത്തരും വഴിപാടാണത്.
അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് അവര് കൊടുക്കുന്ന ഒരു വഴിപാടാണ്. അപ്പൊ ആ വഴിപാട് ആരാണോ കഴിച്ചതെങ്കിൽ അവരും അത് വന്നിരുന്ന് കാണണം. അത് കണ്ടാലാണ് അവരുടെ പ്രശ്നങ്ങൾ മാറുള്ളൂ, പരിഹാരം ആവുള്ളൂ. അതിന് അങ്ങനെയൊക്കെയാണ് അതിന്റെ രീതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ സൂപ്പറാണ്. നമ്മളത് കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ നമുക്ക്. അത് നമ്മള് എന്താ പറയാ, നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാല് അവിടെ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് കൃഷ്ണനാട്ടം. ഓരോ അവതാരങ്ങള്, ആ അവതാരത്തിനൊക്കെ എത്ര രൂപയാണെന്നും ഇന്ന വേഷങ്ങളാണെന്നും അതെല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു ബോർഡ് ഉണ്ട് അവിടെ. അപ്പൊ അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത് ആരൊക്കെ ശ്രദ്ധയിൽപ്പെടണമെന്ന് അറിയില്ല. ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കൃഷ്ണനാട്ടം എന്ന് പറഞ്ഞ കഥ കണ്ടുപിടിച്ച മാനവദേവരാജ എന്ന് പറഞ്ഞ ആ മഹാനായ അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ നമ്മുടെ ഈ പാഞ്ചജന്യം എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അത് എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ട് എന്ന് അറിയില്ല. നമ്മുടെ പഴയുടെ ഇടയിലായിട്ട് അവിടെ പ്രത്യേക ഒരു വൈകുന്നേരം 6:30 വന്ന് ഒരാൾ വന്നിട്ട് വൃത്തിയാക്കി വിളക്ക് കത്തിക്കും. അവിടെ രാജാവായിരുന്നു അദ്ദേഹം കേട്ടോ. അതാണ് ഇത് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. 1585 തൊട്ട് 1658 കാലഘട്ടങ്ങളിൽ ഈ മാനവേദ രാജാവ് ഉണ്ടല്ലോ, നമ്മുടെ ഗുരുവായൂർ അമ്പലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മുടെ വില്യമംഗല സ്വാമിനെ കണ്ട് അവിടെ താമസിച്ചു. കാരണം എന്താന്ന് വെച്ചാൽ ശ്രീ ഗുരുവായൂരപ്പന്റെ ദർശനം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. വില്യമംഗല സ്വാമിനെ കണ്ട് അവിടെ താമസിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കഥ ഉണ്ട്. ആലോചിക്കുക, 1585 1900 എത്ര പുറകോട്ടാണ്. 1585 1658 അതെ, അങ്ങനെയാണ് കാലഘട്ടം വരുന്നത്. അന്നേ ഗുരുവായൂരമ്പലം ഭയങ്കര പ്രസിദ്ധം. ആലോചിക്കല്ലേ, അന്നാണ് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തില് വില്ലമംഗ സ്വാമിയുടെ കൂടെ മാനവദേവരാജ പറഞ്ഞ അദ്ദേഹം താമസിച്ചത്. അത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ഗുരുവായൂരപ്പന്റെ ദർശനം കിട്ടാൻ വേണ്ടിയിട്ട്, ആഗ്രഹം കൊണ്ട്. അന്ന് ആലോചിച്ച് നോക്ക്, പറയുമ്പോ തന്നെ കോരിത്തിരിക്കുന്നു അല്ലേ? അങ്ങനെ നമ്മുടെ വില്ലമംഗ സ്വാമി പറഞ്ഞിട്ട് നമ്മുടെ മാനവദേവരാജ ഭഗവാൻ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ നിൽക്കുമായിരുന്നു. അപ്പൊ അന്നേരം നമ്മുടെ വില്ലമംഗല സ്വാമി പറഞ്ഞു, അവിടെ ഇലഞ്ഞി മരത്തിന്റെ ചോട്ടില് ഒരു കുട്ടിയായിട്ട് പ്രത്യക്ഷപ്പെടും ഭഗവാൻ, അപ്പൊ കാണാം എന്ന് പറഞ്ഞു. അന്നേരം അവിടെ നിൽക്കുമ്പോ ഒരു കുട്ടിയായിട്ട് വന്നു എന്നാണ് ഐതിഹ്യങ്ങളിൽ അറിയിക്കുന്നത്, നമ്മളോട് പറയുന്നത് കേട്ടോ. അപ്പൊ ഒരു കുട്ടിയായിട്ട് വന്നിട്ട് അപ്പൊ മാനവദേവരാജാവിന് അതിയായ ആഗ്രഹം തോന്നി അദ്ദേഹത്തിന് കുട്ടീനെ കണ്ടപ്പോ. അപ്പൊ ആ കുട്ടീനെ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ വില്യമംഗല സ്വാമി തമാശ രൂപേണ പറഞ്ഞു കെട്ടിപ്പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി എന്നാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത് കേട്ടോ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇതൊക്കെ എഴുതിയിട്ടുള്ള, അങ്ങനെയുള്ള കൃഷ്ണനാട്ടം എഴുതിയിട്ടുള്ള അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങൾ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ പ്രതിമയാണ് നമ്മുടെ ഇവിടെ ഇരിപ്പുള്ളത്. അത് എത്ര പേര് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പേർക്ക് അത് അറിയാം എന്നൊന്നും നമുക്കറിയില്ല. അറിയുന്നവരുണ്ടാവും കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ ഗുരുവായൂർ അമ്പലത്തേക്ക് വരുമ്പോ സ്ഥിരം പഴയടത്തും ചായ പിടിക്കാറുണ്ട്. അതെ, അങ്ങനെ ഞങ്ങളെന്നും കണ്ട് ആലോചിക്കും, ഇത് കൊള്ളാല്ലേ. 1585 കാലഘട്ടം അങ്ങനെയൊക്കെ പിന്നെ ആലോചിക്കും. ആലോചിച്ചൊരു ദിവസം മറ്റു ദിവസം നമുക്ക് നേരിച്ച് പറയാന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസം ഞങ്ങളെ പറഞ്ഞു വന്നോണ്ടിരുന്നപ്പോ പകുതി മഴയും വരും. ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഒരു വട്ടം പറഞ്ഞതാണെങ്കിൽ ഒന്നും കൂടി പറയാണ്. അതായത് കൃഷ്ണനാട്ടം എന്നുള്ള ആ ആട്ടക്കഥ അദ്ദേഹമാണ് എഴുതിയത്. അദ്ദേഹം എഴുതിയതിന് ശേഷമാണ് കൃഷ്ണനാട്ടം ഗുരുവായൂർ അമ്പലത്തിൽ കളി തുടങ്ങിയത്. അതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇന്ന് കൃഷ്ണനാട്ടം എന്ന് പറയുന്നുണ്ടെങ്കിലും ആ കൃഷ്ണനാട്ടത്തിന്റെ ഉത്ഭവം രചിച്ചത്, അങ്ങനെ ഒരു ആട്ടക്കളി രചിച്ച് അത് ആടിയത്, അതൊക്കെ ഒരു ചരിത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണത്. അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് അതൊക്കെ. അപ്പോ ഇങ്ങനത്തെ രസകരമായിട്ടുള്ള ഓരോരോ ഫാക്ട്സും, അതായത് ഇങ്ങനത്തെ ഓരോ രസകരമായിട്ടുള്ള കഥകളൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യവും. അങ്ങനത്തെ ഒരു കഥയാണ് മാനവദേവ രാജാവിന് നമ്മളൊരു കഥ ഇപ്പൊ കേട്ടത്. ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ആണല്ലോ, ഓരോ സ്ഥലങ്ങളാണല്ലോ. അങ്ങനെ ഓരോ ട്രാവൽ ബേസിട്ട് ഓരോ വ്ലോഗും അതുപോലെ ഓരോരോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇനി ഞങ്ങളുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം വരും കൊള്ളാം. നല്ല രസകരമായിട്ടുള്ള പുതിയ അറിവാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക ഞങ്ങൾക്കും. തീർച്ചയായും. അപ്പൊ സുഹൃത്തുക്കളെ, നന്ദി. നമുക്കിത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.